കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് ആഷിഖ് എന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം തൊട്ടയൽപക്കത്തുള്ള വീട്ടിൽ പോയി ഒരു വെട്ടുകത്തി ചോദിച്ചു. എന്തിനാണ് വെട്ടുകത്തി എന്ന് ആ വീട്ടുകാർ ചോദിച്ചപ്പോൾ ആഷിഖ് പറഞ്ഞ മറുപടി തേങ്ങ പൊതിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ആ വെട്ടുകത്തിയുമായി ആഷിഖ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം രോഗബാധിതയായ സ്വന്തം ഉമ്മ സുബൈദയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ നിർവികാരനായ ആഷിഖ് പറഞ്ഞത് തനിക്ക് ജന്മം നൽകിയതിനുള്ള പാരിതോഷികമായിട്ടാണ് തൻ്റെ ഉമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ്. അവിടുത്തെ വില്ലൻ ആഷിഖ് ആയിരുന്നില്ല, ആഷിഖിന്റെ ഉള്ളിലുണ്ടായിരുന്ന ലഹരിയായിരുന്നു. അവിടെ മാത്രമല്ല, കൊടുങ്ങല്ലൂരിൽ അമ്മയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുമ്പോഴും, കുണ്ടറയിൽ മകൻ അമ്മയെയും മുത്തച്ഛനെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുമ്പോഴും, തിരുവനന്തപുരത്ത് 9ാം ക്ലാസ്സുകാരൻ 12ാം ക്ലാസ്സുകാരനെ കുത്തിക്കൊല്ലുമ്പോഴും, കോട്ടയം കാരിത്താസിൽ സിവിൽ പോലീസ് ഓഫീസറെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോഴും, പറവൂരിൽ അയൽവീട്ടുകാരൻ തൊട്ടയൽപക്കത്തുള്ള വീട്ടിൽ പോയി അമ്മയും മകളെയും കൊച്ചുമകളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുമ്പോഴുമെല്ലാം വില്ലനായി പ്രവർത്തിച്ചത് ഇതേ ലഹരി തന്നെയായിരുന്നു. 2 മാസം മുൻപ് വരെ മലയാളികൾ നിത്യേന എന്നതുപോലെ വായിച്ച് അസ്വസ്ഥപ്പെട്ട് അലോസരപ്പെട്ട് എപ്പോഴാണ് ഇതുപോലെ ലഹരി ഉപയോഗിച്ച ഒരു അക്രമകാരി തൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുകയെന്ന് ആശങ്കപ്പെട്ടിരുന്ന നാളുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയും നമ്മുടെ മുന്നിലേക്ക് വരാനില്ല. എന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിൽ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കൊടുങ്കാറ്റിൽ മനുഷ്യർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിൽ ആഞ്ഞു വീശുന്ന ഈ കൊടുങ്കാറ്റിൽ മലയാളിക്ക് നേട്ടങ്ങൾ മാത്രമാണ്. ആ കൊടുങ്കാറ്റിന്റെ പേര് തൂഫാൻ എന്നാണ്. ആ തൂഫാൻ കൊടുങ്കാറ്റിൽ കേരളത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചിരുന്ന ലഹരി മാഫിയയുടെ അടിവേര് പിഴുതെറിയുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പേ പരാജയമായിരുന്ന വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കേരളത്തിൽ ലഹരി മാഫിയ ആഴത്തിൽ വേരൂന്നിയപ്പോൾ ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റലായി കേരളം മാറുന്ന കാഴ്ചയെ നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുവാൻ മാത്രം കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു വിജയൻ. തളിപ്പറമ്പും കല്യാശ്ശേരിയും തൃക്കരിപ്പൂരും അടക്കമുള്ള പാർട്ടി കോട്ടകൾ തകർന്നിട്ടുണ്ട് എങ്കിൽ അതിലൊരു കാരണം വീട്ടിൽ വേവലാതിയുമായി കഴിഞ്ഞിരുന്ന അമ്മമാർ തങ്ങളുടെ മക്കളോ മക്കളുടെ കൂട്ടുകാരായ മക്കളോ ലഹരിക്ക് പിന്നാലെ പായുമ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിജയന്റെ സർക്കാരിനെ താഴെ ഇറക്കുക എന്നൊരു ലക്ഷ്യം കൂടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. തെലുങ്ക് ആക്ഷൻ സിനിമകളിലൊക്കെ കണ്ടതുപോലെയുള്ള അപകടകരമായ ജീവിത സാഹചര്യമായിരുന്നു ഇടക്കാലത്ത് മലയാളിക്ക് ജീവിക്കേണ്ടി വന്നത്. അത് ഈ ലഹരി മാഫിയ നടത്തുന്ന അക്രമങ്ങളും കൊട്ടേഷൻ പ്രവൃത്തിയും കൊലപാതകങ്ങളും മാത്രമല്ല, ലഹരി ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ നടത്തിക്കൊണ്ടിരുന്ന തേർവാഴ്ചകൾ, അതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ, അപകട മരണങ്ങൾ. എന്തിനേറെ പറയുന്നു, നമ്മൾ വാഹനവുമായി റോഡിലേക്കൊന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വാഹനത്തെ അമിത വേഗത്തിൽ അപകടകരമാം വിധം മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്താൽ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുവാനുള്ള ധൈര്യം പോലും നമുക്കില്ലായിരുന്നു. നമ്മൾ പറയും മരുന്നടിച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും, നമുക്കങ്ങ് വിട്ടുകളയാമെന്ന്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയിടത്ത് തൊട്ട് സ്കൂളിലേക്ക് മക്കളെ അയക്കാൻ ഇവർ ലഹരിയുടെ പിടിയിൽ പെടുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന അമ്മമാരടക്കമുള്ള ആളുകളുടെ ആശങ്കയ്ക്കിടയിലേക്കാണ് വിജയൻ താഴെ വീഴുന്നതും UDFന്റെ സർക്കാർ അധികാരത്തിലേറുന്നതും. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വരുന്നൊരു സർക്കാരിന് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ വേണമെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വമ്പൻ പ്രോജക്റ്റുകളുമായി കേരളത്തിൻ്റെ കളം പിടിക്കാമായിരുന്നു. എന്നാൽ ഈ സർക്കാർ ഐക്കോണിക് പ്രോജക്റ്റ് ആക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ തൂഫാനെയാണ്. ഈ സർക്കാർ പറയുകയാണ്, ഞങ്ങളുടെ പ്രയോറിറ്റി കണ്ണീരൊഴുക്കിയ ആശങ്കപ്പെട്ട പാവപ്പെട്ട അമ്മമാരുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ്. വഴിപിഴച്ചുപോയ യുവതലമുറയുടെ ഒരു വിഭാഗത്തെ ലഹരിയുടെ വഴിയിൽ നിന്ന് വിടുവിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരിക, നാളുകളിലെ കേരളത്തെ കെട്ടിപ്പിടുക്കുക എന്നുള്ളതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു മന്ത്രിസഭ. ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകുമ്പോൾ വേണമെങ്കിൽ പോലീസ് സേനയിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്ന് പെട്ടെന്ന് കയ്യടി നേടാമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല എന്ന ദീർഘകാലത്തെ പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാരനേക്കാൾ രോഹിത്തിൻ്റെ രമിത്തിൻ്റെ പിതാവ് എന്ന വൈകാരികതയുമായിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന വലിയ പദ്ധതിയുമായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. മക്കളുള്ള മാതാപിതാക്കളുടെ ആശങ്ക എന്താണ് എന്ന് നല്ല ബോധ്യമുള്ള മനുഷ്യൻ കേരളത്തിലെ മുഴുവൻ മക്കളെയും സ്വന്തം മക്കളായി കണ്ട് അവരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസറിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ മാസം 2-ാം തീയതി കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഓപ്പറേഷൻ തൂഫാന് തുടക്കം കുറിച്ചത്. ഈ 45 ദിവസം കൊണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പേരായി തൂഫാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏതൊരു മലയാളിക്കും അഭിമാനവും സന്തോഷവും നിർവൃതിയും സമാധാനവും നൽകുന്നതാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്നത് ഒരു തട്ടിക്കൂട്ട് പദ്ധതിയല്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, പ്രൊഫഷണലിസത്തോടുകൂടി ശാസ്ത്രീയമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡ്രഗ് ഹണ്ടാണ്. 3 സ്റ്റേജായിട്ടാണ് തൂഫാൻ മുന്നോട്ട് പോകുന്നത്. ഒന്ന് തൂഫാൻ ഹണ്ട്, മറ്റൊന്ന് തൂഫാൻ കെയർ, മറ്റൊന്ന് തൂഫാൻ വാരിയേഴ്സ്. ഇതിൽ തൂഫാൻ ഹണ്ട് എന്ന് പറയുന്നത് IG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാതൊരുവിധമായ വിട്ടുവീഴ്ചയുമില്ലാത്ത ലഹരി വേട്ട തന്നെയാണ്. ഇതുവരെ 40 ദിവസം കൊണ്ട് ഏതാണ്ട് 7825 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഏതാണ്ട് 10,000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള MDMAയുടെയും ഹാഷിഷ് ഓയിലിൻ്റെയും ഒക്കെ കിലോഗ്രാമിൻ്റെയും വെയിറ്റേജിനേക്കാൾ അപ്പുറം ഞാൻ വെയിറ്റ് നൽകുന്നത്
ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ പിടിക്കപ്പെടുമെന്ന ബോധ്യത്തിൽ ആ കച്ചവടത്തിനുണ്ടായ വിലങ്ങുതടി തന്നെയാണ്. ഇപ്പോൾ ആ ലഹരി മാഫിയ വിചാരിക്കുന്നുണ്ടാകാം ഇതൊക്കെ തുടക്കത്തിൻ്റെതാണ് എന്ന്. നിങ്ങൾ കരുതിയിരിക്കുക, എപ്പോൾ നിങ്ങൾ കേരളത്തിലേക്ക് ചുവട് വെച്ചാലും അപ്പോൾ നിങ്ങളെ കൊടുക്കുവാൻ IG പുട്ട വിമലാദിത്യയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം തയ്യാറായി നിൽക്കുകയാണ്. നാട്ടിലെ അറിയപ്പെടുന്ന കുടിയന്മാരെ പറ്റി വിവരം കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയി ചോദിച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാമ്പുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർ തന്നെ വിവരം പറയും പ്രശ്നമുണ്ടാക്കുന്ന മുഴുവൻ പാമ്പുകളെ പറ്റി. പക്ഷേ ഈ ഡിസൈൻഡ് ഡ്രഗും സെൽഫ് ഡിസൈൻഡ് ഡ്രഗും സിന്തറ്റിക് ഡ്രഗും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥ അങ്ങനെയല്ല. അവർ പൊതുവെ ഇൻട്രോവേർട്ടുകളോ അത്ര സോഷ്യലൈസ് ചെയ്യപ്പെടാത്തവരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള വിവരം കിട്ടുക ഏറ്റവും അവരോട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിന് മാത്രമാണ്. അവിടെ ശ്രീ രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഇതിൻ്റെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ക്രൈമിൻ്റെ ഭാഗമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിക്ടിംസാണ്. അതുകൊണ്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ഈ സർക്കാർ തയ്യാറാണ്. അവിടെയാണ് തൂഫാൻ വാരിയേഴ്സും തൂഫാൻ കെയറും പ്രവർത്തിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, എഴുത്തുകാർ, സാംസ്കാരിക നായകർ, പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്ന് തുടങ്ങി വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും വരെ തൂഫാൻ വാരിയേഴ്സായി മാറുമ്പോൾ ഈ ലഹരി മാഫിയെ നമുക്ക് മുഴുവനായി പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പ്രിയപ്പെട്ട അമ്മമാരോട്, സഹോദരിമാരോട്, കൂടപ്പിറപ്പുകളോട്, കൂട്ടുകാരോട്, നിങ്ങളുടെ പരിചയത്തിൽ, നിങ്ങളുടെ സൗഹൃദത്തിൽ, നിങ്ങളുടെ രക്തബന്ധത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം ആ വിവരം എത്രയും പെട്ടെന്ന് തൂഫാൻ സംഘത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതുവഴി അവരെ പിടിച്ചിരിക്കുന്ന ആ ലഹരി സംഘത്തെ നമുക്ക് പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. ഒപ്പം ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ തൂഫാൻ കെയറിൻ്റെ ഭാഗമായി അവരെ വിക്ടിമുകളായി കണ്ട് അവർക്കാവശ്യമായിട്ടുള്ള ചികിത്സ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലടക്കം തൂഫാൻ കെയറിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് ചികിത്സ കൊടുക്കുവാൻ കഴിയും. നമ്മുടെ വില്ലന്മാർ ഈ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും രാജ്യത്തിൻ്റെ അതിർത്തിയും ഒക്കെ കടന്ന വലിയ അന്തർദേശീയ ഭീകരന്മാരാണ്. അത്യാധുനികമായ ആയുധങ്ങളും അത്യാധുനികമായ ആശയവിനിമയ സംവിധാനങ്ങളും അത്യാധുനികമായ വിനിമയ നെറ്റ്വർക്കുമൊക്കെയുള്ള ഇവരെ നേരിടാൻ 50,000-ഓളം വരുന്ന പോലീസ് സേനയും കൊണ്ട് മാത്രം കഴിയുകയില്ല. CD മൂസയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, തോക്ക് തരാം പക്ഷെ വെടിവെക്കുവാൻ പാടില്ല എന്ന്. അങ്ങനെ വെടിവെക്കുവാൻ പാടില്ലാത്ത തോക്കും അരയിൽ കരുതി കയ്യിലൊരു മുളവടിയുമായി വന്ധ്യംകരിക്കപ്പെട്ട് ഏറ്റവും ആത്മവിശ്വാസം തകർക്കപ്പെട്ട ഒരു ഫോഴ്സിന് 2 മാസം കൊണ്ട് പരമാവധി എനർജിയും കോൺഫിഡൻസും കൊടുത്ത് അവരെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. 50,000-ഓളം വരുന്ന പോലീസ്, നമ്മൾ 3.5 കോടി വരുന്ന മനുഷ്യന്മാരുടെ സഹായത്തോടു കൂടി ഈ ലഹരി മാഫിയയെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങളുടെ സഹായവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഈ പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുവാൻ വേണ്ടിയിട്ടുള്ള റാലികളും പ്രവർത്തനങ്ങളുമായി ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. പെരുമ്പാവൂരിൽ ശ്രീ രമേശ് ചെന്നിത്തല തൂഫാൻ റാലി നടത്തിയപ്പോൾ കുറേയേറെ ആളുകൾ പരിഹസിച്ചു. പിന്നെ ആഭ്യന്തരമന്ത്രി ഇങ്ങനെ റാലി നടത്തിയാൽ ഈ ലഹരി മാഫിയെല്ലാം ഓടി ഒളിക്കുവാൻ പോവുകയല്ലേ എന്ന്. ഏത് പെരുമ്പാവൂരിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഈ പെരുമ്പാവൂരായിരുന്നു കേരളത്തിൻ്റെ ഇടക്കാലത്തെ ഡ്രഗ് ഗോഡൗൺ എന്ന് പറയുന്നത്. അവിടെ ഭായിമാരുടെ കോളനികളും അല്ലാതെയുള്ള ആളുകളുടെ ലഹരി കോളനികളുമൊക്കെയായി ലഹരി ഏറ്റവും സ്വതന്ത്രമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇതിനെ പിടിക്കാൻ പൂട്ടാൻ ഞാൻ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തിക്കൊണ്ടു പോകുന്ന ഒരു ആഭ്യന്തരമന്ത്രി, ആ ആഭ്യന്തരമന്ത്രിയും ജനപ്രതിനിധികളുമൊക്കെ ആ നാടിന് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നമ്മുടെ ഗവർണൻസ് എന്താണ് എന്ന് സാധാരണഗതിയിൽ ചിന്തിക്കാറില്ലേ? 2 മാസം മുൻപുള്ള അതേ പോലീസ് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? 2 മാസത്തിനിടയിൽ ഏതെങ്കിലും പോലീസിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ടായോ? ഇല്ല. ഉദ്യോഗസ്ഥന്മാർ പഴയ ആളുകൾ തന്നെയല്ലേ? പോലീസുകാരും പഴയ ആളുകൾ തന്നെയല്ലേ? എവിടെയാണ് മാറ്റം ഉണ്ടായത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർഗുണനായ വിജയൻ മാറി ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി വരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പരാജയനായ വിജയൻ മാറിയിട്ട് ശ്രീ രമേശ് ചെന്നിത്തല വരുന്നു. ഈ 2 മാറ്റം കൊണ്ട് മാത്രം കേരളത്തിലെ പോലീസ് ഫോഴ്സ്, അവരുടെ എണ്ണം ഇപ്പോഴും 50,000 എങ്കിലും ഞങ്ങൾക്ക് മുകളിൽ കരുത്തുറപ്പുള്ള, ആർജവമുള്ള, വിട്ടുവീഴ്ച ചെയ്യാത്തുള്ള ഭരണാധികാരികളുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ധൈര്യമുണ്ടായി. ആ കോൺഫിഡൻസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമുണ്ട്. പോലീസ് ഈ ലഹരി മാഫിയെ പിടിക്കുമെന്നുള്ള കോൺഫിഡൻസ് ജനങ്ങൾക്കുമുണ്ട്. ആ കോൺഫിഡൻസിന്റെ പേരാണ് ഗുഡ് ഗവർണൻസ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരെ വിളിച്ചു ചേർക്കുന്ന ഒരു കോൺഫറൻസിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ചെയ്യാറുണ്ട്. പക്ഷേ ആ കാഴ്ച കേരളം ഒരാഴ്ച മുൻപ് കണ്ടു. തിരുവനന്തപുരത്ത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ DGPമാരെല്ലാം ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത കോൺഫറൻസിൽ പങ്കെടുത്തു. കേരളം എന്ന് പറയുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എല്ലാ സാധനങ്ങൾക്കും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലഹരിയുടെ കാര്യത്തിലും നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് തന്നെയാണ്. ലഹരിക്ക് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളെയാണ്. അവിടെയാണ് അന്തർ സംസ്ഥാന ലഹരി വേട്ട അനിവാര്യമാകുന്നത്. അതിന് ശ്രീ രമേശ് ചെന്നിത്തല മുന്നിട്ടിറങ്ങി മറ്റ് സംസ്ഥാനങ്ങളെ അലർട്ടാക്കി, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കണ്ട് കേരളത്തിൻ്റെ അതിർത്തികളിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സേനകളുമായി ചേർന്ന് അതിശക്തമായ കാവലാണ്. ഒരു പഴുതിലൂടെ പോലും ലഹരി കേരളത്തിലേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ബാധ്യത കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി സ്വമേധയാ ഏറ്റെടുത്തിരിക്കുകയാണ്. നാനടിച്ചാൽ താങ്കമാട്ടെ 4 മാസം തൂങ്കമാട്ടെ വിജയുടെ ഏറ്റവും പ്രശസ്തമായ പാട്ടുകളിലൊന്നാണ്. ആ വിജയ് കേരളത്തിലേക്ക് എത്തുകയാണ്. കാരണം വിജയേക്കാൾ ശക്തമായി
ലഹരി മാഫിയെ അടിച്ചു വീഴ്ത്തി അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ ഗവർണൻസിനെ കാണുവാൻ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യവുമായി വിജയ് പോലും കേരളത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഈ രാജ്യമാകെ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. സൊമാറ്റോ എന്നും സ്വിഗ്ഗി എന്നും ഒക്കെ പറയുമ്പോൾ അതത്ര പരിചിതമല്ലാത്ത ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരുപക്ഷെ നാക്കുപിഴവുണ്ടായേക്കാം. മോഹഭംഗപ്പെട്ടിരിക്കുന്ന വിജയൻ സേനയ്ക്ക് ആ നാക്കുപിഴവിനെ പരിഹസിക്കാം. പക്ഷേ സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ വഴി നടന്നുകൊണ്ടിരുന്ന ഓൺലൈൻ ഡെലിവറി ഡ്രഗ് പെഡലിംഗ് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ പിഴവുകൾ വരാതിരിക്കുവാൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിച്ചതുകൊണ്ട് അത്തരം ഡ്രഗ് കാറ്റലിംഗ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിജയന്റെ കാലത്ത് ലഹരിവേട്ടയ്ക്ക് വേണ്ടി തുടങ്ങിയിരുന്ന ഡാൻസ് ഓഫ് സംഘം, തിരുവനന്തപുരത്തെ ഡാൻസ് ഓഫ് സംഘം തന്നെ ലഹരി മാഫിയയ്ക്ക് വിവരങ്ങൾ കൊടുക്കുന്നു, ലഹരി മാഫിയയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുവെന്ന് കോടതി പറഞ്ഞതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടടത്തുമെന്ന് ഇന്ന് ആത്മാഭിമാനത്തോടെ കേരളത്തിലെ പോലീസ് സേന ചാടി എഴുന്നേറ്റ് ഉയർന്ന് പ്രവർത്തിക്കുകയാണ്. കേരളത്തിൻ്റെ ക്യാൻസറായി മാറിയിരുന്ന ലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ലേസർ ട്രീറ്റ്മെൻറ്റുകളുമായി. ഓപ്പറേഷൻ തൂഫാൻ എന്നത് ഒരു വലിയ സമരമാണ്, ഒരു വലിയ പോരാട്ടമാണ്, ഒരു വലിയ യുദ്ധമാണ്. ലഹരിക്കെതിരായിട്ട്, ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരായിട്ട് നമ്മൾ നടത്തുന്ന യുദ്ധം. ഇവിടെ നമുക്ക് ജാതിയില്ല, നമുക്ക് മതമില്ല, നമുക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മുടെ തലമുറകളെ ലഹരിക്കടിപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരുന്ന ലഹരി മാഫിയോട് മാത്രമാണ്. ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് നീളുന്ന ലഹരിയുടെ പുകക്കൊഴികളെ നമുക്ക് വലിച്ചെറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കുന്ന ലഹരിയുടെ സിറിഞ്ചുകളെ നമ്മൾ വലിച്ചെറിയുക തന്നെ ചെയ്യും. നമ്മുടെ സ്കൂൾ മുറ്റങ്ങളെ ലഹരി വിമുക്തമാക്കും. പാലത്തിനടിയിൽ ലഹരിയുടെ പുകച്ചുരുളുകൾ കണ്ടാൽ നമ്മൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. നമ്മുടെ കളിക്കളങ്ങൾ സജീവമാകേണ്ടതായിട്ടുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും കഥയെഴുത്തുകാരും കവിത എഴുതുന്നവരുമെല്ലാം ഒരുമിച്ച് നിന്ന് നടത്തുന്ന പോരാട്ടം. നമ്മുടെ നാട്ടിലെ കർഷകനും തൊഴിലാളിയും ഒരുമിച്ച് നിന്ന് നടത്തുന്ന പോരാട്ടം. നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും എല്ലാ രാഷ്ട്രീയ സംഘടനക്കാരും ഒരുമിച്ച് നടത്തുന്ന പോരാട്ടം. ഞാനും നിങ്ങളും വാരിയേഴ്സാണ്, ഓപ്പറേഷൻ തൂഫാന്റെ വാരിയേഴ്സാണ്. പിടിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങളുടെ ആകെ വെയിറ്റിനേക്കാൾ, രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ ആകെ എണ്ണത്തേക്കാൾ, ജയിലിൽ കിടക്കുന്ന ആകെ പ്രതികളുടെ മൊത്തം സ്ട്രെങ്ത്തിനേക്കാൾ ഇത് നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യമായിട്ടുള്ള റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇത്രനാൾ പേടിപ്പിച്ചുകൊണ്ടിരുന്ന, നാം ഇത്രനാൾ പേടിച്ചുകൊണ്ടിരുന്ന ആ വലിയ മാഫിയ നെറ്റ്വർക്ക് അവർ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സോഷ്യൽ ഇമ്പാക്റ്റ്. തൂഫാന്റെ ബ്രാൻഡ് അംബാസഡറായ ലാലേട്ടൻ സ്ക്രീനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, എന്നെ പരിചയമുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്ന ആ ഡയലോഗ് ഓഫ് സ്ക്രീനിൽ ശ്രീ രമേശ് ചെന്നിത്തല മുണ്ടും മടക്കി കുത്തി പറയുകയാണ്. എന്നെ അറിയുന്നവരോടും അറിയാത്തവരോടുമായി ഞാൻ പറയുന്നു, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. നിങ്ങളത് ചെയ്താൽ നിങ്ങൾ കുടുങ്ങും, നിങ്ങൾ ജയിലിൽ പോയി കിടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി. ഹിസ്റ്ററി ടെൽസ് us, powerful people comes from powerful places.